എല്ലാവർക്കും സന്തോഷാവട്ടെ, ഞാൻ പോവാ. അഖിലേച്ചി, എന്തുണ്ടായി? എന്തുപറ്റി? മോളിലെന്താ? അഖിലേച്ചി ടെറസിൽ അഖിലേച്ചി നിൽക്കുന്നു. അഖിലേച്ചിയോ? അഖിലാണ്ടേശ്വരി, വാ ഞാൻ കാണിച്ചു തരാം. വാ. ആന്റി അവിടെ എവിടെ? അവിടെ എങ്ങും ആരുമില്ല. എല്ലാം ആന്റിയുടെ വെറും തോന്നല. അല്ല, തോന്നലൊന്നും അല്ല, ഞാൻ കണ്ടതല്ലേ. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ മാഡം, അവിടെ എങ്ങും ആരുമില്ല. വെറുതെ ഞങ്ങളെയും കൂടെ. ഗംഗ, നീ ആന്റിയെ കൊണ്ട് തിരിച്ചാക്ക്. ഒന്ന് റിലാക്സ് ചെയ്യിച്ചിട്ട് വേണം കൊണ്ടാക്കാൻ. സൂക്ഷിക്കണം, ആരുടെയും കണ്ണിൽ പെടരുത്. ആന്റി വാ. പ്രിയങ്കേ, ചേച്ചി ഇവിടെ ഉണ്ട്. ആന്റി ചേച്ചി ഇവിടെ ഉണ്ട്. എന്താ ദാസേട്ടാ, എന്താ ഒരു ആലോചന? എന്തുപറ്റി? ഞാൻ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഈ ഔട്ട് ഹൗസ് വിടണം. അധികം വൈകാതെ മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറണമെന്ന് എന്റെ അഭിപ്രായം. ദാസേട്ടാ, അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അത് അമ്മ അറിയാൻ നടന്ന കാര്യങ്ങളാ. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ദാസേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതല്ല വലിയ കുഞ്ഞെ, എനിക്കതൊരു ടെൻഷൻ തന്നെയാ. മാറണമെങ്കിൽ മാറാം. സത്യത്തിൽ അച്ഛന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ തന്നെ തങ്ങുന്നത്. പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ ദാസേട്ടാ. ആ മനസ്സിലൊന്നുമില്ല. അതെനിക്കറിയില്ലേ വലിയ കുഞ്ഞെ. ആ മനസ്സറിയാവുന്ന ഒരാളായി ദാസ്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി വലിയ കുഞ്ഞെ. എന്താ ദാസേട്ടാ? ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഗുരുജിയെ കണ്ടിരുന്നു. ഗുരുജി ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞിനോട് പറയാൻ വേണ്ടി. എന്താ ദാസേട്ടാ? അതായത് കല്യാണിയും കൂട്ടി വലിയ കുഞ്ഞ് നാട്ടിലുള്ള അവളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. അതിനെന്താ ദാസേട്ടാ, ഗുരുജി ദാസേട്ടനെ ചുമതലപ്പെടുത്തിയ കാര്യമല്ലേ. ഞാൻ കല്യാണിയും കൂട്ടി പോയേക്കാം. എന്നാ പിന്നെ അത് വെച്ച് താമസിപ്പിക്കണ്ട. ദൈവകാര്യമല്ലേ, നാളെ തന്നെ പോകാൻ നോക്ക്. ശരി ദാസേട്ടാ, ഞാൻ കല്യാണിയോട് പറയാം. ശരി വലിയ കുഞ്ഞ്. എന്റെ ബ്രോ താമസിക്കുന്ന ഔട്ട് ഹൗസിൽ ചെന്നിട്ട് അവര് കാണിച്ച അക്രമത്തിന് ഞാൻ ഇതൊന്നല്ല വേണ്ടിയിരുന്നേ.
ഞാനൊറ്റ ആയിരുന്നെങ്കില് ആ സമയത്ത് ഇളയമ്മാന്നുള്ള സ്ഥാനം ഞാനങ്ങ് മറന്നേനെ. ജയന്തി പേടിക്കണ്ട. വിലാസിനി ആന്റിക്ക് ഒട്ടും കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് താമസിക്കാതെ ഇങ്ങി വരും. അതെങ്ങനെ കുറ്റബോധം ഉണ്ടാവും? അതിന് ചെയ്യുന്നത് കുറ്റമാണെന്ന് അറിയുന്നവർക്കല്ലേ കുറ്റബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊന്നും ഇല്ല. എനിക്ക് എന്റെ ആന്റി വലുതാ. ആന്റി എനിക്ക് കാണണം. എവിടെയെങ്കിലും പോയാൽ മടങ്ങി വരാൻ ഒരിക്കലും താമസിക്കില്ല എന്റെ ആന്റി. സഹദേവൻ അങ്കിളിന്റെ അടുത്തു പോലും പോവാതെ അഖിലേച്ചി അഖിലേച്ചി എന്ന് മാത്രം ഏതു നേരം ജപിച്ച് ജീവിക്കുന്നവളെ എന്റെ വിലാസിനി ആന്റി. ദുബായിലൊക്കെ പോയി കറങ്ങി നടന്ന് ജീവിക്കേണ്ട അവസരം ഉണ്ടായിട്ടും ആ സന്തോഷമൊക്കെ കളഞ്ഞ് എന്റെ തൃച്ചംബരം, എന്റെ അഖിലേച്ചി, എന്റെ ശിവരാമേട്ടൻ എന്ന ഒരേ വിചാരത്തിൽ ജീവിക്കുന്നവളെ എന്റെ ആന്റി. ആ ആന്റിയെ കാണാതായിരിക്കുന്നത്. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് എനിക്ക് സംശയമുണ്ട്. ഒരു നിഴല് പോലെ അഖിലാന്റിയുടെ പിറകെ നടന്നതല്ലേ എന്റെ ആന്റി. എന്റെ ആന്റിക്ക് തൃച്ചംബരത്ത് ഒരു കൊടിച്ചിപ്പട്ടിയുടെ വിലയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഈ ഒരു സെറ്റില് ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്റെ വിലാസിനി ആന്റിക്ക്? എന്തിന്? ഇവിടുത്തെ ഒരു വേലക്കാരിയുടെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ആന്റിക്ക്? പക്ഷേ എനിക്ക് എന്റെ ആന്റി വലുതാ. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ തൃച്ചംബരത്തുള്ള ഒറ്റൊരെണ്ണത്തിനെ വെറുതെ വിടില്ല ഞാൻ. എനിക്കറിയാം എന്റെ ആന്റി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നിട്ടുണ്ടാവും നിങ്ങളൊക്കെ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി നാട്ടുകാർക്കൊക്കെ വലുതായിരിക്കും, അവർക്കൊക്കെ ഭയമായിരിക്കും. പക്ഷെ എനിക്കതില്ല. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളെ ഇരുവഴികൾ എണ്ണിക്കും ഞാൻ. കൊന്നുകളയും ഞാൻ. നീ ആരോടടി തട്ടിക്കയറുന്നേ? ആന്റി മിണ്ടിപ്പോവരുത്. എന്റെ അഖിലേച്ചിയുടെ ശിവരാമേട്ടന്റെ മുമ്പിൽ എന്ത് ധൈര്യത്തിലാടി നീ സംസാരിച്ചത്? നീ അത്രയ്ക്കങ്ങ് വളർന്നോ? ആന്റി 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 കാണാതായപ്പോ എന്റെ ചങ്ക് കലങ്ങിപ്പോയി. എന്റെ കൺട്രോൾ അങ്ങ് വിട്ടുപോയി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ആയപ്പോ ഞാനൊന്ന്... അതിന് നീ ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കൊന്നും വേണ്ട. എന്നെ വഴക്ക് പറയാനും തല്ലാനും വേണമെങ്കിൽ കൊല്ലാനും വരെയുള്ള അധികാരം അഖിലേച്ചിക്കുണ്ട്. അഖിലേച്ചി എന്റെ കരണത്തഴിച്ച എനിക്ക് വേദനിക്കില്ല. അതൊരു റോസാപ്പൂ കൊണ്ടുള്ള തലോടലായിട്ട് എനിക്ക് തോന്നും. ആന്റി ആന്റി കാണാതായപ്പോ കേറിപ്പൊടി അകത്ത്. ഇനിയൊരു വാക്ക് പറഞ്ഞ കൊല്ലടിച്ച് തറയിലിടും ഞാൻ. ചേച്ചി, അവള് വല്ല വിവരക്കേടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക് ചേച്ചി. ഞാൻ ചെയ്ത തെറ്റെന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും നേരം ക്ഷേത്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ദീപാരാധനയും തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടിയത്. ശിവരാമേട്ട, അരവിന്ദ്, നന്ദന, ഒരു പട്ടിയെ പോലെ, കുടിച്ചിപ്പട്ടിയെ പോലെയാ അവൻ എന്നോട് പെരുമാറിയത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ഹാളിൽ ചെന്നപ്പോ അവൻ എന്നെ നാണം കെടുത്തി അപമാനിച്ചു. ഞാൻ ഒന്നും അല്ലാതായി പോയി. ഒന്നും. അവനെ കൊല്ലണോ എനിക്ക് ഇപ്പൊ? കൂൾ ഡൗൺ ആന്റി, കൂൾ ഡൗൺ, റിലാക്സ്. ആന്റി ആദ്യം അല്പം വെള്ളം കുടിക്കും. മതി സൽക്കാരം. കൊല്ലാൻ പറ്റുമോ അത് പറ. കൊല്ലാം ആന്റി, കൊല്ലാം. പക്ഷേ ഒരു ചോദ്യം. തൃച്ചംബരം ഒരു മഹാവൃക്ഷമാ. അരവിന്ദ് കൃഷ്ണൻ അതിലെ ചെറിയൊരു ശിഖരവും. നമ്മൾ വെട്ടേണ്ടതും മുറിക്കേണ്ടതും അടപടലെ വേര് മുറിക്കേണ്ടതും വൃക്ഷത്തെയല്ലേ, ചെറിയൊരു ശിഖരത്തെ അല്ലല്ലോ. ആണോ? ഉത്തരം ഞാൻ പറയാം. നമ്മൾ വെട്ടിമുറിക്കേണ്ടത് വൃക്ഷത്തിന്റെ കടക്കൽ തന്നെയാണ്. അപ്പോൾ കൊമ്പുകളും ഇലകളും ആ തൃച്ചംബരം എന്ന വടവൃക്ഷത്തിലേക്ക് ചേക്കേറിയ പക്ഷികളും അടക്കം സകലതും നിലംപതിക്കും. അതാണ് നമ്മുടെ മിഷൻ. അതെ, ഒരു മകനല്ല, ഒരു കുടുംബമാണ് നമ്മുടെ ടാർഗറ്റ്. ഒരു മകൻ മരിച്ചാൽ അഖിലയുടെ കണ്ണുകൾ അല്പമൊന്ന് കലങ്ങും, അത്രേ ഉള്ളൂ. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആ കണ്ണുകൾ അടയ്ക്കുകയാണ് എന്നേക്കുമായി. കൊള്ളാം, കേൾക്കാൻ നല്ല സുഖമുണ്ട്. തട്ടിൽ നിന്ന് പറഞ്ഞ നാടകാണെന്ന് കരുതിയ ആൾക്കാരുടെ കയ്യടി കിട്ടും. പക്ഷെ ഒന്നും മറക്കരുത്, 2-3 വർഷമായി നമ്മുടെ ഈ ഗീർവാണം തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും. എന്നാൽ ഇനി സംഭവിക്കും പലതും. വിലാസിനി ആന്റിക്ക് പ്രിയങ്കയും ഈ ഗംഗയും നൽകിയൊരു വാക്കുണ്ട്. തൃച്ചംബരത്തെ മഹാറാണിയുടെ സിംഹാസനം. അതിനുള്ള വഴികൾ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ആന്റി കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചോ? കഴിഞ്ഞ 3-4 വർഷത്തെ ഗീർവാണ പ്രസംഗം അല്ലേ ഇത്. പ്രവൃത്തി, പ്രവൃത്തി മാത്രം. എന്ത് പ്രവൃത്തി? നമ്മൾ ഒരുപാട് കളിച്ചു, ഒന്നും ജയിച്ചില്ല. തോൽവി മാത്രം നമ്മുടെ വിധി. ആ വിധി നമ്മൾ മാറ്റി എഴുതും, മാഡം വിശ്വസിക്കുക. ഞങ്ങൾ 3 ആളും അതിനുള്ള പ്ലാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇവിടെ വെറും പ്ലാൻ അല്ല, ഇറ്റ്സ് എ മാസ്റ്റർ പ്ലാൻ. ദി എൻഡ് ഗെയിം, കടശിക്കളി. 4 വർഷവും നമ്മൾ മറന്നുപോയൊരു ചതിപ്രയോഗം. പണ്ട് ശകുനി കയ്യിലിട്ട് കറക്കി എറിഞ്ഞിട്ടില്ലേ, അതേ പകിട 12 കളി. ആന്റിക്ക് വിശ്വസിക്കാം ഞങ്ങള്. അതെ, ആന്റിക്ക് വിശ്വസിക്കാം ഞങ്ങള്. അഖിലയുടെ പ്രപഞ്ചം ഇനി അന്ധകാരമാക്കും നമ്മൾ. ഇരുട്ടിൽ കിടന്ന് വെളിച്ചത്തിനു വേണ്ടി. ആനന്ദ്, നീ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയോ? പോരുന്നു സാർ. ഇന്ന് ഞാനും കല്യാണിയും കൂടി കല്യാണിയുടെ കുടുംബക്ഷേത്രത്തിലേക്കൊന്ന് പോകുന്നുണ്ട്. ഓക്കെ. ദാസേട്ടനോട് ഗുരുജി പറഞ്ഞതാ ഞങ്ങളോട് കുടുംബക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴാൻ. നന്നായി. സ്വസ്ഥവും സമാധാനപരമായ ജീവിതത്തിന് കുലദൈവങ്ങളുടെ അനുഗ്രഹം വളരെ നല്ലതാണ്. ദാസും വരുന്നുണ്ടോ കൂടെ? ഇല്ല സാർ, ഞാനും കല്യാണിയും മാത്രമേ പോകുന്നുള്ളൂ. കാർ അയക്കണോ ആനന്ദ്? ഏയ് വേണ്ട സാർ, ഞങ്ങള് സ്കൂട്ടറിലാ പോകുന്നത്. അച്ഛാ,
ഋഷികേശ് മുത്തച്ഛന്റെ തറവാട്ടിലേക്കുള്ള വഴി ഞാനങ്ങ് മറന്നു. പണ്ടെന്നോ പോയിട്ടുള്ളതല്ലേ. എന്തായാലും ഇളയച്ചനെ കാണാനും പോകുന്നുണ്ടോ? അച്ഛാ, അവിടെ പൂജ എന്തോ നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അവിടെ കൂടി ഒന്ന് കയറണം. പൂജ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എങ്ങനെ അറിഞ്ഞു? ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അമ്മയെ കണ്ടിരുന്നു അച്ഛാ. അഖില പറഞ്ഞു അല്ലേ? അതെ അച്ഛാ, അവിടെയും കൂടി ഒന്ന് പോകണമെന്ന് അമ്മ പറഞ്ഞു. ചെറുപ്പത്തില് അമ്മയോടും അച്ഛനോടൊപ്പം പോയതാ. എനിക്ക് വഴി അത്ര നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ചോദിച്ചറിയാൻ വന്നത്. അത് എളുപ്പമാ. ദാസിന്റെ കുടുംബക്ഷേത്രം ഇല്ലേ, അവിടെ നിന്ന് വലത്തേക്ക് പോകുമ്പോ ബൈപ്പാസ് റോഡിലേക്ക് കയറും. അവിടെ നിന്ന് നേരെ ഒരു 20 കിലോമീറ്റർ പോകുമ്പോ അവിടെ നിന്ന് കൊട്ടാരപ്പടിയിലേക്കൊരു ബൈ റോഡുണ്ട്. അവിടേക്ക് കയറുമ്പോഴത്തേക്കും കുടുംബ വീട് കാണാം. ആരോട് ചോദിച്ചാലും അറിയും. ശരി അച്ഛാ. പിന്നെ കല്യാണിയും കൂടെ ഉണ്ട്. സ്കൂട്ടറിൽ സൂക്ഷിച്ചു വേണം പോവാൻ. ശരി അച്ഛാ. എല്ലാം നോക്കിട്ട് എടുത്ത് വെച്ചേ. കൂടെ കൂടെ എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അനിയൻകുട്ടാ, ഇതിനകത്തെ വൈര നെക്ലസ് ഒന്നും വെച്ചിട്ടില്ല. കൂടെ കൂടെ ഉണ്ടോ നോക്കാൻ. ഈ വല്ലുവിന് എന്താ ഇത്ര താമസിക്കണേ? എത്ര ദൂരം പോകാനുള്ളതാണെന്നറിയോ? 2 പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ട് വരാനുള്ള നേരാ കഴിഞ്ഞേ. ഓ, അമ്പലത്തിൽ പോയ കൃത്യസമയത്ത് എഴുന്നള്ളുന്ന ഒരാളെ കണ്ടില്ലേ? അമ്പലത്തിൽ പോയ അമ്പലം അടയ്ക്കാതെ തിരികെ വരില്ല. അങ്ങനെയുള്ള ആളാ വല്ലുവിനെ കുറ്റം പറയുന്നത്. അടുപ്പത്തെന്തോ കരിയുന്നുണ്ടല്ലോ. അയ്യോ, അവിയല് കരിഞ്ഞു പോയല്ലോ. അവിയലെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറഞ്ഞ അവനെടുത്ത് വീണ്ടും അടുപ്പത്ത് വെച്ചു. ഇനി ഇതെന്തിനു കൊള്ളാം? ഇന്ന് ഞാൻ ഇവനെ ഡാനിക്കുട്ടാ, അവിയലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? പിന്നെ എന്തിനാ നീ എടുത്ത് വീണ്ടും ചൂടാക്കാൻ വെച്ചേ? അയ്യോ ചേച്ചി, ഞാൻ ഇന്ന് അടുക്കളയിൽ കേറിയതേ ഇല്ല. അച്ഛനായിരുന്നു അടുക്കള നിന്നത്. ചുമ്മാതല്ല, അടുപ്പിലിരുന്ന് അവിയലൊക്കെ കരിഞ്ഞു പോയത്. പോയിട്ടെന്തായി? ശിവരാജ് സാറിനെ കണ്ടോ? അഖിലാമ്മയുടെ എന്ത് പറഞ്ഞു? അത് അമ്മ അതിനെക്കുറിച്ചൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. അമ്പലത്തിൽ വെച്ച് കണ്ട അമ്മയല്ല, വീട്ടിൽ വന്നപ്പോ മറ്റൊരു സ്വഭാവം. അതൊന്നും സാരമില്ല കുഞ്ഞ്, അമ്മയല്ലേ. മാഡത്തിന് ടെൻഷൻ ഉണ്ടാവും. കുഞ്ഞിനെ കുറിച്ച് വലിയ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നല്ലേ, അതൊന്നും കാര്യാക്കാനില്ല. തറവാട്ടു വീട്ടിലെ പൂജയ്ക്ക് അമ്മ കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് നിർബന്ധമായിട്ടും പോണം. വല്യുഞ്ഞേ, നമുക്ക് പോവാം. പോവാം കല്യാണി. കല്യാണി, ഇനി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ വല്യുഞ്ഞേ, എന്തെങ്കിലും മറന്നോ? അതല്ല കല്യാണി, നീ ഇപ്പോ ദാസേട്ടനോട് സംസാരിക്കണം. വല്യുഞ്ഞേ. കല്യാണി, നമ്മളൊരു നല്ല കാര്യത്തിന് പോവല്ലേ. ദാസേട്ടനോട് സംസാരിച്ച് അച്ഛനും മകളും കൂടിയുള്ള ആ പിണക്കം അങ്ങ് തീർത്തുകളാ. ഇപ്പൊ വേണ്ട വല്യുഞ്ഞേ. കല്യാണി, പാവല്ലേ ദാസേട്ടൻ. പ്ലീസ് വല്യുഞ്ഞേ, ഇപ്പൊ എന്നെ നിർബന്ധിക്കല്ലേ. ഞാൻ തിരിച്ചു വന്നിട്ട് സംസാരിച്ചോളാം. കല്യാണി, അത് പ്ലീസ്, സത്യം, അത് മതി. ശരി, എന്നാ വാ പോവാം. ചിന്തകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി നീ തന്നിരന്നിൽ മായാ പ്രപഞ്ചം ഞാൻ നിഴലായി.
വലിഞ്ഞേ ഇത് കണ്ട ഇതെന്താ കല്യാണി? വാ ഇതെങ്ങോട്ടാ കല്യാണി? വാ വല്യൂഞ്ഞ് വാ. വല്യൂഞ്ഞ് ഇതിലിരിക്കണം, ഞാൻ വലിക്കാം. വേണ്ട, കല്യാണി ഇരിക്കെ, ഞാൻ വലിക്കാം. ഹലോ പ്രിയങ്കേ. ആന്റി, സന്തോഷ വാർത്തയ്ക്ക് കാതോർത്തിരിക്കുകയായിരിക്കും അല്ലേ? പ്രിയങ്കേ, അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് പറ. ദേ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഋഷികേശ സ്വാമികൾ അറിയാലോ. ആന്റി, എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ മനസ്സിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ആന്റി കേട്ടോ. നീ പറയേ. ദേ, നിന്റെയൊക്കെ കൂടെ നടന്ന മനസ്സിന്റെ ഭാരം കാരണം എനിക്കിപ്പൊ നടക്കാൻ വയ്യ. അത്രയ്ക്ക് കട്ടിയായി. പറ പ്രിയങ്കേ, ആ കല്യാണിയുടെ കണ്ണീര് എനിക്ക് കാണണം. നീ പറയേ. എന്നാ കേട്ടോ ആന്റി. അപ്പോ എല്ലാം പൊട്ടിത്തെറിച്ച അഖില ഇതോട് തീരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉറപ്പ്. മൺകുടവും മൺവീണയും താളം മുറുക്കുമ്പോൾ സർപ്പദൈവങ്ങളുടെ കളത്തിൽ രക്തവർണം പടരും. സന്തോഷായി പ്രിയങ്കേ, എനിക്കിത് കേട്ടാ മതി. അല്ല, ആരിത്? ഐഷുമ. ഇത് ഐഷുമ, ഓപ്പോളമ്മയുടെ കൂട്ടുകാരിയാ. ബാ, എന്റെ ഓപ്പോളമ്മ പറഞ്ഞായിരുന്നു കുട്ടിയോള് വരും, നല്ലോണം നോക്കണോന്ന്. ദേ, ഇപ്പൊ വിളിച്ചങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഇതാ എന്റെ പുയ്യാപ്പിള. സുൽത്താന്റെ ചേലുണ്ട്. ബാ, അകത്തേക്ക് വാ. കല്യാണി എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐഷമ്മയെ കുറിച്ച്. ഈ ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് പറയുമ്പോ കല്യാണിയുടെ കണ്ണുകളിൽ എന്ത് തിളക്കമെന്നറിയോ ഐഷമ്മയ്ക്ക്? ഈ കണ്ണുകളാ നമ്മളെ കുഞ്ഞിന് മുഖപത്തുണ്ടാക്കിയത്, ഞമ്മക്കറിയാം. ആഹാ, കല്യാണി, നിന്റെ ഓപ്പോളമ്മ ആള് കൊള്ളാലോ. ഈ ഗ്രാമത്തിൽ നമ്മുടെ പ്രണയകാവ്യം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അത് 1-ാം വാല്യം. ഇനി ഇതിന്റെ 2-ാം വാല്യം എന്താണോ ആവോ. ആ, നിങ്ങളിരിക്കും. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല വിശപ്പുണ്ടാവും. നമ്മള് നല്ല കോഴി പൊരിച്ചതും കുട്ടൻ ബിരിയാണിയും വെച്ചിട്ടുണ്ട്. കുട്ടൻ ബിരിയാണിയോ? അതെന്താ? അതെ, കുഞ്ഞു പോത്തിന്റെ നല്ല ഹൽവ പോലുള്ള ഇറച്ചി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. ആ, അവിടെ ഇരിക്കും, ഞാൻ പോയി അതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് വരാം. നിങ്ങള് കഥകളൊക്കെ പറഞ്ഞിരിപ്പി, ഞാൻ ഇതാ വരാം. ആ, കുയ്യാപ്പിളക്ക് എന്താ ജ്യൂസ് വേണ്ടത്? ആറഞ്ച്, പൈനാപ്പിൾ, മഞ്ഞപ്പഴം ജ്യൂസ്. മഞ്ഞപ്പഴം ജ്യൂസോ? അതെന്താ? പാഷൻ ഫ്രൂട്ട്. ഓ, പൈനാപ്പിൾ മതി. ശരി, ഇപ്പൊ കൊണ്ടുവരാം, നിങ്ങളിരിക്കും. ഹലോ, എന്താ ഇവിടെ? തുടങ്ങുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അവിടെ? ഇതുവരെ ഇല്ല. ഗുഡ്. എന്നെ ഇവിടെ അധികം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അഖിൽ അവിടേക്ക് വന്നോ? വന്നു കഴിഞ്ഞു. അറിയാലോ, തറവാടിന്റെ സർവ്വദോഷങ്ങളും കുംഭത്തിലേക്ക് ആവാഹിക്കുന്നു. കുംഭം കളത്തിലേക്ക് വെക്കുന്ന ചടങ്ങാണ് ആദ്യം. പറഞ്ഞതൊക്കെ അറിയാലോ. കൃത്യസമയത്ത് തന്നെ പൊട്ടിത്തെറിക്കണം. ശരി മാഡം, റിമോട്ട് കൈ തന്നെ ഉണ്ട്. സൂക്ഷിക്കണം, ബെറ്റിക്ക് അപകടം പറ്റാൻ പാടില്ല. ബി കെയർഫുൾ. ഓക്കെ മാഡം, എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ന്യൂസ്. ഓക്കെ മാം. എന്തു പറ്റിയെന്ന് പറയുന്നേ? എന്നിട്ട് ഹോസ്പിറ്റലോ? ഹലോ 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 അരവിന്ദ്, എന്തു പറ്റി? ആരാ വിളിച്ചത്?
നീ ആരുടെ കാര്യം ഫോണിലൂടെ പറഞ്ഞ? അല്ല അങ്ങനെ അമ്മയുടെ തറവാട്ട് വീട്ടിൽ നിന്നൊരു ബന്ധു വിളിച്ചേ. എന്നിട്ട് എന്നിട്ട് പറ, അമ്മയ്ക്ക് എന്ത് പറ്റി? അഖിലാനിക്ക് എന്ത് പറ്റിയെന്ന്? അമ്മയ്ക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അപകടോ? എന്ത് അപകടം? എനിക്കറിയില്ല. അയാള് വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ഫോൺ എപ്പോഴും കട്ടായി. ഹോസ്പിറ്റലാന്നാ പറഞ്ഞേ. എനിക്കാകെ ടെൻഷൻ. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ അരവിന്ദ്. ഇങ്ങനെ തളരരുത്. ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോ തളരുകയല്ല വേണ്ടത്. ധൈര്യത്തോടെ നിന്ന് നേരിടണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അടുത്ത നടപടി എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ചിന്തിക്കാം. ബ്രോയെ വിളിക്കാം. വേഗം വിളിക്കേ. റിലാക്സ് റിലാക്സ്. കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഹോസ്പിറ്റലാന്ന് പറഞ്ഞേ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ. പോകാം. വേഗം തയ്യാറാവ്. അല്ല അരവിന്ദ്, ഏത് ഹോസ്പിറ്റലാണെന്ന് അയാൾ പറഞ്ഞത്? അതെവിടെയൊന്നും പറഞ്ഞില്ല. അത് ചോദിക്കണ്ടേ അരവിന്ദ്? പോട്ടെ, ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കും. കിട്ടുന്നില്ല. ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ ട്രൈ ചെയ്യാം. ഈ മൊബൈൽ നെറ്റ്വർക്ക് ഇതൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഇനി നമുക്കൊന്നും ആലോചിക്കാനില്ല. നമുക്ക് നേരെ ആന്റിയുടെ നാട്ടിലേക്ക് പോവാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. ഹലോ വല്യുഞ്ഞി. കല്യാണി, കൃത്യസമയത്ത് തന്നെ വന്നുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല. സുജാതയെ വിളിച്ച് ഒരു നന്ദി പറഞ്ഞേക്ക്. ശരി വല്യുഞ്ഞി. മാഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്. മയക്കുവാ. വെളിപ്രഥമ കാത്തു. പിന്നെ മുത്തശ്ശനും മറ്റു ചില ബന്ധുക്കൾക്കൊക്കെ ചെറിയ പരിക്കുണ്ട്. ഒന്നും സാരമുള്ളതല്ല. നീ സമാധാനായിട്ടിരുന്നോ? ശരി വല്യുഞ്ഞി. അല്ല, ഐശമ്മ കൂടെ ഇല്ലേ? അടുത്തുണ്ട്. നമ്മള് കല്യാണം എടുത്ത് കാവലാണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ഉടനെ വരുമെന്ന് പറഞ്ഞേക്ക്. ശരി വല്യുഞ്ഞി. ശരി. ബ്രോ വാ, അമ്മ കണ്ണു തുറന്നു. വാ പോ. അവിടെ ആരുണ്ട്? അവിടെ നന്ദനുണ്ട്. വാ ബ്രോ, അമ്മ കണ്ടിട്ട് വരാം. അത് വേണ്ട. എന്നെ കാണുമ്പോ അമ്മയ്ക്ക് ചിലപ്പോൾ ടെൻഷൻ കൂടും. അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. നീ ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച കാര്യം പറ. വെറുതെ അച്ഛനെ ടെൻഷൻ ആക്കരുത്. ഞാൻ കല്യാണിയുടെ അടുത്തേക്ക് പോവാ. ഇന്നലെ പകല് വന്നാലേ ഇവിടെ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കല്യാണി നല്ല ടെൻഷനില്ല. തറവാട്ട് വീട്ടിൽ ചെന്ന് സ്കൂട്ടർ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അല്ല, ഞാൻ കാറിൽ കൊണ്ടാക്കാം. വേണ്ട അരവിന്ദ്, നീ ഇവിടെ ഹോസ്പിറ്റലിൽ വേണം. ഞാനൊരു ടാക്സി എടുത്ത് വെക്കണം. ആശുപത്രിയിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഒന്നും വരില്ല. ഇവിടെ ഒരാൾ ഇന്നലെ രാത്രി ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കായിരുന്നു. കല്യാണി, നീ ഒന്ന് വേഗം റെഡിയാവ്. ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ശരി വല്യുഞ്ഞി. മോളെ, ഇത് കുറച്ച് പലഹാരങ്ങളാ അനിയൻകുട്ടന് കൊടുക്കാൻ. ശരി ഉമ്മ. അനിയൻകുട്ടൻ വല്ലാണ്ട് വണ്ണം വെച്ച ആനക്കുട്ടിയെ പോലെ ഇരിക്കണെന്നാ ഓപ്പോളമ്മ പറഞ്ഞത്. അവൻ തടിയുറയ്ക്കാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടുമ്മ. എന്തിന്? പിള്ളേരല്ലേ, അവർക്ക് കുറച്ച് വണ്ണമൊക്കെ വേണ്ടേ? ഉമ്മ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. പോ. വല്യുഞ്ഞി, പ്രിയങ്കേ, ഇത് കളിയല്ല. നിന്നെ ഇവിടെ വെച്ച്
കണ്ട അറിയല്ലോ, ഷെൽഫിൽ തോക്കിരിപ്പുണ്ട്. അഖില നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. ആന്റി, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? അഖില ഇനി തോക്കെടുക്കാനല്ല, തോൽക്കാനാ പോകുന്നത്. എവിടെ തോൽക്കാൻ? എവിടെ തോൽക്കാനാണെന്നാ നീ പറയുന്നേ? അഖിലയുടെ ഭൗതിക ശരീരം ഒരു വിലാപയാത്രയായി ഈ തൃച്ചംബരത്തേക്ക് വരൂന്ന് നീ വീമ്പ് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? നിന്റെ വാക്കും കേട്ട് റീത്തം വാങ്ങിച്ച് കാത്തിരുന്ന ഞാൻ മണ്ടി. ആന്റി, ആ റീത്തിളക്കി ഒരു പൂച്ചെണ്ട് ഉണ്ടാക്കി വെക്ക്. ആന്റി തൃച്ചംബരത്തിന്റെ സർവാധികാരിയായി സ്ഥാനം ഏൽക്കുമ്പോ അത് വേണം എനിക്ക് ആന്റിയുടെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ. അയ്യോ എന്റെ പൊന്നു പ്രിയങ്കേ, നീ എനിക്ക് ഒന്നും തരണ്ട. നീ ഇവിടെ നിൽക്കുന്നത് അഖിലെ കണ്ടിട്ടെങ്ങാനും എന്റെ നെഞ്ചത്ത് റീത്ത് വെക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാ മാത്രം മതി. ആന്റി സമാധാനമായിട്ടിരിക്കുക. ഇത് തൃച്ചംബരത്തിന്റെ മണ്ണിൽ നിന്നും നാഗമഠത്തെ പ്രിയങ്ക പറയുന്നതാ. ഇനി വരുന്ന സൂര്യോദയങ്ങൾ തൃച്ചംബരത്ത് വിലാസിനി ആന്റിക്കുള്ളതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ എന്റെ അമ്മ. മോനെ, ഉമ്മ, മോനൊരു കുഞ്ഞിന്റെ വാപ്പയാവാൻ പോകുന്നു. കല്യാണി ഒരു അമ്മയാവാൻ പോകുന്നു. ഉമ്മ, ഞമ്മക്കെ 8 മക്കളാണ്, 5 ആണും 3 പെണ്ണും. എല്ലാവർക്കും ജന്മം കൊടുത്തത് നമ്മുടെ വരിൽ വെച്ചാ. കല്യാണി കുഞ്ഞിന്റെ ലക്ഷണവും അത് തന്നെയാണ്. ഞമ്മക്ക് ഉറപ്പാ, ഓൾക്ക് വയറ്റിലുണ്ട്. മോനകത്തേക്ക് ചെല്ലും, ഞമ്മളിപ്പ വരാം. കല്യാണി എന്നാ വല്യൂഞ്ഞേ?